ദൈവത്തിന് കൊടുപ്പി, അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പി, അവന് ശക്തിയും ബലം കൊടുപ്പി. അവന് ശക്തിയും ബലം കൊടുക്കാൻ നീ തയ്യാറാണോ? ഏത് വിഷയത്തിനകത്താണോ അവൻ നിന്നെ ശക്തിപ്പെടുത്തേണ്ടത്, അവന്റെ ആത്മാവ് നിന്റെ മേൽ വരും. നീ ബലഹീനമായി പോയ മണ്ഡലങ്ങളിൽ അവൻ നിന്നെ ശക്തിപ്പെടുത്തും. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും അവന്റെ പദ്ധതികളെ ജയിച്ചവനായി നീ പുറത്തു വരുമെന്ന്. യെസ്, ഇന്ന് പലക്കാലം ആത്മശക്തി ചില ശരീരങ്ങളിൽ വ്യാപരിക്കുന്നത്, ആത്മശക്തി ചില കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നത്, ആത്മശക്തി ചില തലമുറകളിൽ വ്യാപരിക്കുന്നത്. എതിരായി നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ അതിജീവിക്കാനുള്ള ദൈവം കൃപ പ്രാപിച്ച് ചില എഴുന്നേറ്റ് വരണേ, പുറത്തു വരണേ. ആത്മശക്തി നിന്റെ മേൽ വന്നാൽ നിന്റെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കാൻ നിനക്ക് കഴിയും. ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നാൽ നിന്റെ തലമുറക്കെതിരെ നിൽക്കുന്ന, അവരുടെ ഭാവിക്കെതിരെ നിൽക്കുന്ന, അവരുടെ ജോലിക്കെതിരെ നിൽക്കുന്ന, അവരുടെ കുടുംബജീവനത്തിനെതിരെ നിൽക്കുന്ന, അവരുടെ പഠനത്തിനെതിരെ നിൽക്കുന്ന, അവരുടെ ബുദ്ധിയോട് പോരാടുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും ജയിക്കാനുള്ള കൃപ നിന്റെ മേൽ വ്യാപരിക്കുവാനിടയാണ്. ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നാൽ നിന്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന, കുടുംബജീവിതത്തിലെ സ്വത്തായിരുന്ന സകല വിഷയങ്ങളെയും ജയിക്കാനുള്ള ആത്മശക്തി നിന്റെ മേൽ വ്യാപരിക്കുവാനിടയാണ്. ഇന്ന് പകരം ആത്മശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. സകലത്തിന്മേൽ ഇന്ന് പകരം പരിഹാരം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യശയ്യാവിന്റെ പുസ്തകം 40:29 വരുമ്പോ അവൻ ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഹലോ, ശക്തി ആവശ്യമുള്ള വാക്കാണ്. ക്ഷീണിച്ചിരിക്കുന്നവന്, വായിച്ച വാക്യം എന്താ? അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അപ്പോ ക്ഷീണിച്ചതിന്റെ അടിസ്ഥാന കാരണം എന്നാ? ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു എന്നെഴുതി വെച്ചിരിക്കുമ്പോ ക്ഷീണിച്ചതിന്റെ അടിസ്ഥാന കാരണം എന്നാ? ശക്തി കുറഞ്ഞു പോയത് കൊണ്ടാണ്. ഹലോ, ശക്തിയുള്ളവന് ക്ഷീണമുണ്ടോ? ശക്തി ക്ഷയിക്കുമ്പോഴാണ് അവൻ ക്ഷീണിക്കുന്നത്. ഇന്ന് പകൽ ക്ഷീണിച്ചു പോയ ചില വിഷയത്തിനകത്ത് ഹലോ, ദൈവം ശക്തി